ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. നമുക്ക് ചോക്ലേറ്റ് ജാം റോൾ റെഡി ആക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി 4 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് നമ്മുടെ ചപ്പാത്തി റോളർ വെച്ച് നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല തിൻ സ്ലൈസ് ആയിട്ട് തന്നെ ബ്രെഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് നല്ല തിൻ സ്ലൈസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് പീസിൽ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ മേടിക്കുന്ന ജാം നല്ല കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാനെങ്കിൽ നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ബ്രെഡിൽ ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് പതിയെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരെണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്ത് നമ്മുടെ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതായിപ്പോൾ നമ്മുടെ 4 സ്ലൈസ് ബ്രെഡും നമ്മൾ ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ജാം റോള് ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അതൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ മറ്റൊരു ബൗളിൽ ഇതേപോലെ വെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ പാത്രം വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഫുള്ളായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് പീനട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ റോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചോക്ലേറ്റ് കോട്ട് ചെയ്ത ബ്രെഡ് റോൾ എടുക്കുമ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചൊരു പ്ലേറ്റിലേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ഡീമോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിട്ടു പോരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് റോളൊക്കെ ചോക്ലേറ്റിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റിൽ ചേർത്തിരിക്കുന്നത് കപ്പലണ്ടി ക്രഷ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട് അല്ലെങ്കിൽ ബദാമും ഇതേപോലെ ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു രീതിക്ക് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കോട്ടഡ് ജാം റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ ജാമാണ് ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടെല്ലയും ഇതേപോലെ തന്നെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റി ജാം റോളാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.